വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ്. എന്നോട് ഇൻട്രോ പറയാൻ മാളുമില്ല, മാളു ഉറക്കമാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തത് 2-3 ദിവസം മുമ്പാണ്. ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. രാവിലെ പോകേണ്ട ധൃതിക്ക് ഇൻട്രോ ഒന്നും എടുത്തില്ല. അതിപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളം വരെ പോയായിരുന്നു, 1 ഡേ ടൂർ. ഞാൻ ഒരു 2 ഭാഗമായിട്ടാണ് വീഡിയോ ഇടുന്നത്. കുറച്ച് കൂടുതലുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗം വരുന്നതായിരിക്കുമേ. എറണാകുളത്ത് പോയിട്ട് വന്ന വിശേഷങ്ങൾ പോയി കണ്ടിട്ട് വരാം. ഞാനും മാളും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണത്തില്ല. ഒരു വണ്ടി പെട്ടെന്ന് പോയപ്പം അങ്ങ് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 6 മണി തൊട്ട് നിന്നതാണ്. വണ്ടി വന്നപ്പം 6:30 കഴിഞ്ഞായിരുന്നു. ഞാൻ വോയിസ് ഓവർ കൊടുക്കുവാണേ. അപ്പോൾ ഇവിടെ മാളു ഈ കസേര കടന്നിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുക. അതിൻ്റെ ഒച്ച ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഓരോരുത്തരെ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയെ പാട്ടിട്ടപ്പോൾ മാളു ഭയങ്കര തുള്ളിച്ചായിരുന്നു. മാളുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. പിള്ളേരും തുള്ളി കേട്ടോ കടന്ന്. ചെറിയൊരു ട്രാവലറായിരുന്നേ. എൻ്റെ വീട്ടിൽ നിന്നും അവിടുന്ന് അനിയത്തി അനിയനും ഉണ്ടായിരുന്നു. അമ്മ ഇല്ലായിരുന്നു. അമ്മയ്ക്ക് വേറെ ചെറിയൊരു ആവശ്യമുള്ളതുകൊണ്ട് അമ്മ മാത്രം പോകുന്നില്ല. ഈ ഫ്രണ്ടിൽ പോകുന്ന ബസ് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുടെ ആയിരുന്നു. അത് അവതാറിൻ്റെ പടമായിരുന്നു ആ ബസ്സിൽ. ഇതിൻ്റെ അവൾ എടുക്കുന്ന കേട്ടോ. എന്നെ അവളെയും കൂടി ഇങ്ങനെ നമുക്കും വീഡിയോയിൽ വരണ്ടേന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ പോകുന്ന വഴിക്കുണ്ട്, ഇത് ഏത് സ്ഥലമാണെന്നറിയത്തില്ല, ഒരു പുഴ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ പാടം കാണാനും നല്ല ഇതുണ്ടായിരുന്നു. അന്നേരം പിടിച്ചതാണ്. പച്ചപ്പല്ല, ഒരു ഉണങ്ങിയ ഒരു ഇതുപോലെ. എന്നാലും കാണാൻ നല്ല ഒരു ഇതുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചെരുപ്പിട്ട് കയറാതെ ഹായ് കൊടുത്തേടാ മാളൂസേ. ഹായ് ഹായ്. ഞങ്ങൾ ടാറ്റ പോവാന്ന് പറ. ടാറ്റ. നമ്മുടെ മാളു വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്തോണ്ടിരിക്കുക. മാളു മാളു ഹായ് പറ. ഹായ്. ഫ്രണ്ടിലാണുണ്ട്. കുരുത്തക്കേടായ മാളൂസ്. ഈ വന്ന മെട്രോ ട്രെയിനിലാണ് ഞങ്ങൾ പേട്ടയിൽ നിന്ന് ആലുവ വരെ പോകാൻ വേണ്ടി കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആലുവ വരെ പോയിട്ട് റിട്ടേൺ പേട്ടയ്ക്ക് അടുത്ത മെട്രോയിൽ കയറി വന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരിത് പറ്റിപ്പോയി. ഈ മെട്രോയിൽ തന്നെ പോയി എടപ്പള്ളിയിൽ ഇറങ്ങുമായിരുന്നെങ്കിൽ ലുലു മാളിൽ പോയിട്ട് കണ്ടിട്ടൊക്കെ തിരിച്ച് മെട്രോയിൽ കയറി പേട്ടയ്ക്ക് വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ
പേട്ടയിൽ നിന്ന് ആലുവയ്ക്ക് ടിക്കറ്റ് എടുത്തായിരുന്നു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് മെട്രോയിൽ കയറാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ചേച്ചിമാർ നിൽപ്പുണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത് നിങ്ങൾക്ക് എടപ്പള്ളിയിലേക്ക് എടുത്താൽ മതിയായിരുന്നു, എടപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് ലുലു ഒക്കെ കണ്ടിട്ട് തിരിച്ച് പേട്ടയ്ക്ക് വരാം, ആലുവ വരെ പോകാതെ വരായിരുന്നു. ഏതമ്മ ഏതമ്മ Please stand away from the bridge between the train and the platform. പ്ലാറ്റ്ഫോമിലും ട്രെയിനിലും ഇടയിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതിനു മുമ്പ് മെട്രോയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ എറണാകുളത്തെ മെട്രോയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. നല്ല വൈബായിരുന്നു, പൊളിയായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇതുപോലെ എറണാകുളത്ത് വന്നിട്ട് ഇങ്ങനെ മെട്രോയിലൊക്കെ കയറുന്നത്. മാളുവിനെ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറ്റുന്നത്. ഞാൻ ഓർത്തത് മാളു ബഹളമൊക്കെ ഉണ്ടാക്കുമെന്നാണ്, പക്ഷെ ആള് സൈലൻ്റ് ആയിരുന്നു കേട്ടോ. മാള് പിണങ്ങി കിടക്കുവാണേ. മാളിന് പൈസ കൊടുക്കുന്നത് പിണങ്ങി. അതെ, മാള് പിണങ്ങിയിരിക്കുകയാണ്. മാള് 500 രൂപ പറഞ്ഞേ. 500 എന്ന് പറഞ്ഞു. 500 എന്ന് പറഞ്ഞു. 500 രൂപ. മെട്രോ എന്ന് പറഞ്ഞേ. മെട്രോ പറഞ്ഞു പറ. മെട്രോ എന്ന് പറയുന്നേ. ആലുവയ്ക്ക് അപ്പുറത്തേക്ക് മെട്രോ പോകുന്നില്ലായിരുന്നു. ഈ ആലുവ വരെ മെട്രോ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. Kadavanta Station. Please mind the gap between the train and the platform. ആ കൊച്ചു ഇങ്ങോട്ട് വരാൻ തുടങ്ങുവാണ്. പ്ലാറ്റ്ഫോമിലും ട്രെയിനിലും ഇടയിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മെട്രോയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് വല്ലാർപാടം പള്ളിയിലേക്കായിരുന്നു. ഈ കാണുന്നതാണ് സുഭാഷ് പാർക്ക്. പക്ഷേ ഞങ്ങൾ സുഭാഷ് പാർക്കിലൊന്നും ഇറങ്ങിയില്ലെന്ന്, തിരിച്ചു വരുമ്പം കയറാമെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ കയറിയില്ലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നിറയെ ഈ വഴി സൈഡിൽ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടായിരുന്നു. ഇതാണ് മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവിൽ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് ഇറങ്ങിയായിരുന്നു.
വല്ലാർപാടം പള്ളിയിൽ എത്തി. ഞാൻ 1-ലോ 2-ലോ പഠിച്ചപ്പം വന്നാണ് ഈ പള്ളിയിൽ. അതിനുശേഷം പിന്നീട് വന്നിട്ടില്ല. നമ്മൾ വല്ലാർപാടം പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഈ പള്ളി കയറിയിട്ട് കാണാം. വെയിലാണ് ഗൈസ്, വെയിൽ അപ്പടി വെയിലാണ്. ഭയങ്കര വെയിലാണ്. ഉച്ച സമയത്ത് വന്നത് അപ്പടി വെയിലാണ്. ഫോട്ടോ ശരിയാകത്തില്ല. ഹായ് പറ, ഹായ്. വെയിലാന്ന് പറ, വെയിൽ. ഈശോയെ കാണാൻ വന്ന ഞാൻ ഫോട്ടോ എടുക്കുന്നതെന്ന് ഓർത്ത് ആ ചേച്ചി പറയായിരുന്നു ഈ വെയിലത്ത് ഫോട്ടോ എടുത്താലും ഒക്കത്തില്ലെന്ന്. ഇങ്ങനെ അടിക്കുക എന്നുള്ളത് ഇവിടുത്തെ നേർച്ചയാണ്. ഇതിൻ്റെ ഔചിത്യം എന്താണെന്ന് എനിക്കറിയില്ല. ഈ നിലം ടൈലാണ്. രാവിലെ തൊട്ടുള്ള ചൂടേറ്റ് നല്ല പഴുത്ത് കിടക്കുവാണ്. ഞങ്ങളൊന്നും ചെരുപ്പിട്ടില്ലായിരുന്നു. ചിലവരൊക്കെ ചെരുപ്പിട്ടായിരുന്നു. മാള് പിന്നെ കുഞ്ഞായതുകൊണ്ടാണ് ചെരുപ്പ് ഊരിക്കാഞ്ഞത്. ആദ്യമൊക്കെ കാല് ചൂടായിട്ട് തോന്നി. പിന്നീട് കാല് പൊള്ളുന്നൊന്നുമില്ലായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിൽ ഇവിടെ തന്നെ ചെറിയൊരു ഹോളുണ്ട് ഫുഡ് കഴിക്കാൻ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അത് തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത് ക്യാൻറ്റീൻ വേണമെങ്കിൽ അവിടെ പോയും കഴിക്കും. നെറ്റിയിൽ കുരിശ് വരയ്ക്കും. ഇങ്ങനെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത്. മീനാക്ഷിയമ്മേനെ രക്ഷിക്കുന്ന ഞങ്ങളിവിടെ പള്ളിയിൽ വന്നത് നട്ടുച്ച നേരത്തായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. പിള്ളേരാണെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പറയുമായിരുന്നു. പാർക്കിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു. സുഭാഷ് പാർക്കിൻ്റെ അതിലെയാണ് പോയത്. പക്ഷെ പാർക്കിൽ ഇറങ്ങിയില്ല. പൊറോട്ട് അങ്ങോട്ട് പോകും. അവിടെ ഇരുന്നോ, ടാറ്റാ.